ഹലോ ഫ്രണ്ട്സ്, ഇൻസ്റ്റഗ്രാമിൽ ഫോളോവേഴ്സിനെ കൂട്ടാൻ സാധിക്കുന്ന ഒരു പുതിയ ആപ്ലിക്കേഷനാണ് ഞാൻ പരിചയപ്പെടുത്താൻ പോകുന്നത്. നമ്മുടെ ഒറിജിനൽ ഇൻസ്റ്റഗ്രാം അക്കൗണ്ട് 100% സേഫാണ്. കാരണം നമ്മുടെ ഒറിജിനൽ ഇൻസ്റ്റഗ്രാം അക്കൗണ്ട് നമ്മൾ ഈ ആപ്പിലൊന്നും നമ്മൾ ലോഗിനോ ഒന്നും ചെയ്യുന്നില്ല. അതുകൊണ്ട് തന്നെ നമ്മുടെ ഒറിജിനൽ അക്കൗണ്ട് സേഫാണ്. നമ്മുടെ ഒറിജിനൽ അക്കൗണ്ട് എങ്ങും ലോഗിൻ ചെയ്യാതെ ഈ ആപ്പ് ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് ഫോളോവേഴ്സിനെയും കാര്യങ്ങളും ഒക്കെ കൂട്ടിയെടുക്കാൻ സാധിക്കുന്നതാണ് ഫ്രീ ആയിട്ട്. ഓക്കെ, ലൈക്സും ഫോളോവേഴ്സും ഒക്കെ. അപ്പോൾ ഈ ഒരു ആപ്പ് എങ്ങനെയാണ് ഡൗൺലോഡ് ചെയ്യേണ്ടതെന്നൊക്കെ ഞാൻ നിങ്ങൾക്ക് പരിചയപ്പെടുത്തി തരാം. അതിൻ്റെ മുമ്പായിട്ട് തന്നെ നിങ്ങൾക്ക് പൈസ കൊടുത്ത് ഫോളോസ് അങ്ങനെ വാങ്ങാൻ താല്പര്യമുള്ളവർക്ക് എൻ്റെ ചാനൽ വിസിറ്റ് ചെയ്തിട്ട്, അതായത് ഇതാണ് എൻ്റെ ചാനൽ, നിങ്ങൾ വിസിറ്റ് ചെയ്തിട്ട് ഇതിൽ ഈ പ്ലേലിസ്റ്റ് എന്ന് പറഞ്ഞിട്ടൊരു ഓപ്ഷനുണ്ട്. ഈ പ്ലേലിസ്റ്റ് ജസ്റ്റ് നിങ്ങൾ പ്ലേലിസ്റ്റ് ഓപ്പൺ ചെയ്യുക. ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് താണ്ട ഫസ്റ്റ് കിടക്കുന്ന ഈ ഒരു പ്ലേലിസ്റ്റിൽ കിടക്കുന്ന വീഡിയോ കണ്ടാൽ പൈസ കൊടുത്തും ഫോളോസ് വാങ്ങാവുന്നതാണ്. നമുക്കിനി ഫ്രീ ഫോളോവേഴ്സ് കിട്ടുന്ന ആപ്പ് എങ്ങനെ ഡൗൺലോഡ് ചെയ്യാന്നുള്ളത് പരിചയപ്പെടാം. അതിനായിട്ട് ഡിസ്ക്രിപ്ഷനിലല്ല, കമൻറ്റ് സെക്ഷനിൽ ഈ ഒരു ആപ്പ് ഡൗൺലോഡ് ചെയ്യാനുള്ള ലിങ്ക് ഞാൻ ഈ വീഡിയോയുടെ താഴെ കമൻറ്റ് സെക്ഷനിൽ പിൻ ചെയ്ത് വെച്ചിട്ടുണ്ട്. പിൻ ചെയ്ത് വെച്ചേക്കുന്ന ലിങ്ക് നിങ്ങൾ ക്ലിക്ക് ചെയ്യുമ്പോൾ ക്രോം ബ്രൗസർ വഴി നിങ്ങൾ ഈ ഒരു പേജിലേക്കാണ് വരുന്നത്. അപ്പോൾ ഇവിടെ മറ്റൊരു കാര്യം എനിക്ക് പറയാനുണ്ട്. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നിങ്ങൾക്ക് ഓൺലൈൻ ജോബ് ചെയ്യാൻ, അതായത് ഇപ്പോൾ കോളേജിലും പ്ലസ് ടുവിനും ഒക്കെ പഠിക്കുന്നവർക്ക് ഓൺലൈൻ ജോബ് ചെയ്ത് നിങ്ങൾക്ക് മണി ഏൺ ചെയ്യാൻ പറ്റുന്ന ഒരു ബിസിനസ് ഉണ്ട്. അതിനായിട്ട് നിങ്ങൾക്ക് തന്നെ ഇവിടെ ഓൺലൈൻ ജോബ് എന്ന് പറഞ്ഞിട്ട് മെസ്സേജ് എന്ന് പറഞ്ഞിട്ടൊരു ഓപ്ഷൻ ഉണ്ട്. ജസ്റ്റ് നിങ്ങളിവിടെ ക്ലിക്ക് ചെയ്താൽ നിങ്ങൾക്ക് ഡയറക്റ്റ് വാട്സാപ്പിൽ പോയി അവർക്ക് മെസ്സേജ് ചെയ്യാവുന്നതാണ്. അതായത് നിങ്ങൾക്ക് ഒരു ദിവസം വലിയ എമൗണ്ട് ഒന്നും കിട്ടുമെന്ന് പറയുന്നില്ല, ഒരു 10-200 രൂപയൊക്കെ നിങ്ങൾക്ക് ഒരു ദിവസം കളക്ട് ചെയ്യാൻ സാധിക്കും അവരുടെ ബിസിനസ് ചെയ്തുകൊണ്ട്. ഓക്കെ, അപ്പോൾ താല്പര്യമുള്ളവർക്ക് ട്രസ്റ്റഡ് ആയിട്ട് നമുക്ക് ഒരു 10-200 വെച്ചിട്ട് നമുക്ക് മണി ഏൺ ചെയ്യാൻ പറ്റും. ഇവർക്ക് മെസ്സേജ് ചെയ്താൽ മതി. സംഭവം നമുക്ക് ഫുഡ് കഴിക്കാനൊക്കെയുള്ള പൈസ നമുക്ക് ഏൺ ചെയ്യാൻ പറ്റും എന്നുള്ളതാണ്. കോളേജിലും പ്ലസ് ടുവിനൊക്കെ പഠിക്കുന്നവർക്ക് മെസ്സേജ് ചെയ്യാവുന്നതാണ് കേട്ടോ. അപ്പം അതിൽ മെസ്സേജ് ചെയ്താൽ അവർ പറഞ്ഞു തരും എന്താണ് ജോബ്, ഓൺലൈൻ ജോബ് എന്താണെന്നുള്ളത് അവർ പറഞ്ഞു തരുന്നതാണ്. നമുക്ക് ഈ ഒരു ആപ്പ് എങ്ങനെയാണ് ഡൗൺലോഡ് ചെയ്യേണ്ടതെന്ന് വെച്ചാൽ, ഇവിടെ ഏറ്റവും മുകളിൽ തന്നെ ഓപ്പൺ വെബ്സൈറ്റ് എന്ന് പറഞ്ഞിട്ട് ബ്ലാക്ക് ബട്ടൺ ഉണ്ട്, അവിടെ ക്ലിക്ക് ചെയ്യുക. ഓക്കെ, അപ്പം നേരെ നമ്മൾ യൂട്യൂബിലേക്ക് വരുന്നതാണ്. അപ്പോൾ ഇവിടെ നമ്മൾ വന്നിട്ട് എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ, ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. എന്നിട്ട് അതിൻ്റെ തൊട്ട് സൈഡിൽ കാണുന്ന ബെൽ ഐക്കൺ ക്ലിക്ക് ചെയ്ത് ഓൾ എന്നുള്ള ഓപ്ഷനിലേക്ക് എനേബിൾ ചെയ്യുക. എന്നിട്ട് നിങ്ങൾ താപ്പോട്ട് നീക്കി വന്നിട്ട് ഈ ഇവിടെ കാണുന്ന ഫുള്ള് ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ബെൽ ഐക്കൺ ഓൾ ഓപ്ഷനിലേക്ക് എനേബിൾ ചെയ്ത് വെക്കുക. ശേഷം നമ്മൾ ചെയ്യേണ്ടത് ബാക്ക് അടിച്ചിട്ട് തിരിച്ച് നമ്മുടെ ക്രോം ബ്രൗസറിലേക്ക് വരിക. ഓക്കെ, ക്രോം ബ്രൗസറിലേക്ക് വന്നതിന് ശേഷം നമ്മളിവിടെ ഗോ ടു വെബ്സൈറ്റ് എന്നുള്ളതിൽ ക്ലിക്ക് ചെയ്താൽ ഡയറക്റ്റ് പ്ലേ സ്റ്റോറിലോട്ട് പോയിട്ട് അവിടുന്ന് ആ ആപ്പ് നിങ്ങൾക്ക് ഡൗൺലോഡ് ചെയ്തെടുക്കാവുന്നതാണ്. ഇനി നമുക്ക് ഈ ആപ്പ് എങ്ങനെയാണ് ഉപയോഗിക്കേണ്ടത് വളരെ എളുപ്പത്തിൽ ഞാൻ പറഞ്ഞുതരാം. പിന്നെ ഒരു കാര്യം, ഈ ആപ്പിൽ നിന്നും എൻ്റെ ഇൻസ്റ്റഗ്രാമിലേക്ക് ഫോളോസ് കയറുന്നതിൻ്റെ വീഡിയോ എനിക്ക് ഈ വീഡിയോയിൽ കാണിക്കാൻ പറ്റില്ല. കാരണം എന്താണെന്ന് വെച്ചാൽ കോപ്പിറൈറ്റ് സ്ട്രൈക്ക് വരും. അതായത് എനിക്ക് ഈ വീഡിയോയിൽ ഇൻസ്റ്റഗ്രാമോ ഓപ്പൺ ചെയ്തൊന്നും കാണിക്കാൻ പറ്റില്ല, കോപ്പിറൈറ്റ് സ്ട്രൈക്ക് വരും. കാരണം എന്താണെന്ന് വെച്ചാൽ അത് തന്നെ കോപ്പിറൈറ്റ് വരും. ഓക്കെ, എൻ്റെ മുമ്പത്തെ ചാനൽ പോയാണ്. അപ്പം അതുകൊണ്ട് തന്നെ ഞാൻ പറയുന്നത് പോലെ നിങ്ങൾ കൃത്യമായിട്ട് ചെയ്താൽ മതി, നിങ്ങൾക്ക് ഫോളോവേഴ്സ് കിട്ടും. എൻ്റെ ചാനൽ ഇപ്പോൾ 39,000 സബ്സ്ക്രൈബ് കയറിയിരിക്കുന്നത് ഞാൻ ഫേക്ക് വീഡിയോ ചെയ്തുകൊണ്ടല്ല, ഞാൻ റിയൽ ആയിട്ടുള്ള വർക്കിംഗ് ആയിട്ടുള്ള വെബ്സൈറ്റും ആപ്ലിക്കേഷനും ഒക്കെ പരിചയപ്പെടുത്തുന്നതുകൊണ്ടാണ്. ഓക്കെ, അപ്പം നമുക്ക് ഈ ഒരു ആപ്പ് എങ്ങനെയാണ് ഉപയോഗിക്കേണ്ടതെന്ന് പരിചയപ്പെടാം. ജസ്റ്റ് ആപ്പ് ഇൻസ്റ്റാൾ ചെയ്ത് നിങ്ങൾ ഓപ്പൺ ആക്കാം. അപ്പോൾ ഇവിടെ പറയുന്നുണ്ട്, നമ്മൾ ഇൻസ്റ്റഗ്രാം യൂസർ നെയിമും പാസ്വേഡും അടിച്ചിട്ട് ലോഗിൻ ചെയ്യാൻ നമുക്കിവിടെ പറയുന്നുണ്ട്. അപ്പം നിങ്ങളിവിടെ ചെയ്യേണ്ടത് എന്താണെന്നറിയുമോ? നിങ്ങളിവിടെ ഒറിജിനൽ അക്കൗണ്ട് ഒരിക്കലും ലോഗിൻ ചെയ്യരുത്. നിങ്ങളിവിടെ ലോഗിൻ ചെയ്യേണ്ടത് ഫേക്ക് ഇൻസ്റ്റഗ്രാം അക്കൗണ്ടാണ്. ഓക്കെ, ഇവിടെ ഇൻസ്റ്റഗ്രാം അക്കൗണ്ടിൻ്റെ യൂസർ നെയിമും പാസ്വേഡും അടിച്ചിട്ട് ലോഗിൻ ചെയ്യാനാണ് പറയുന്നത്. അപ്പോൾ ഒറിജിനൽ അക്കൗണ്ട് ഒരിക്കലും ലോഗിൻ ചെയ്യരുത്, ഫേക്ക് അക്കൗണ്ടാണ് ലോഗിൻ ചെയ്യേണ്ടത്. ഫ്രണ്ട്സ്, അപ്പോൾ ഞാനിപ്പോൾ ഫസ്റ്റ് ബോക്സിൽ എൻ്റെ ഫേക്ക് അക്കൗണ്ട് യൂസർ നെയിം എൻ്റർ ചെയ്ത്, നിങ്ങൾക്ക് ഇൻസ്റ്റഗ്രാമിൽ ഫേക്ക് അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്യാൻ അറിയത്തില്ലെങ്കിൽ ഒരുപാട് വീഡിയോ യൂട്യൂബിലുണ്ട് കേട്ടോ. അപ്പോൾ ഈ ഒരു ആപ്പിൽ ലോഗിൻ ചെയ്യാൻ വേണ്ടിയിട്ട് ഇൻസ്റ്റഗ്രാമിൽ ഒരു ടെമ്പററി അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്യുക, ഫേക്ക് അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്യുക, ഇൻസ്റ്റഗ്രാം അക്കൗണ്ട്. എന്നിട്ട് ആ ഫേക്ക് അക്കൗണ്ട് യൂസർ നെയിമും പാസ്വേഡും അടിച്ചിട്ട് ലോഗിൻ ചെയ്യുക കേട്ടോ. ഞാൻ ഫേക്ക് അക്കൗണ്ട് യൂസർ നെയിം പാസ്വേഡ് എൻ്റർ ചെയ്ത് ശേഷം നമ്മൾ താഴെ കാണുന്ന ലോഗിൻ ബട്ടൺ ക്ലിക്ക് ചെയ്യുക. എന്നിട്ട് വെയിറ്റ് ആക്കാൻ ലോഗിൻ ആവാൻ വേണ്ടി. ഇങ്ങനെ ശതമാനം ഓടും കേട്ടോ, സ്റ്റെപ്പ് 2 എന്ന് പറഞ്ഞിട്ട്. 100% ആകുമ്പോൾ നമ്മുടെ ഫേക്ക് അക്കൗണ്ട് ഇതിൽ ലോഗിൻ ആവും. അങ്ങനെ നമ്മുടെ ഫേക്ക് അക്കൗണ്ട് ലോഗിൻ ആയിട്ടുണ്ട്. ഇനി ഈ ഒരു ആപ്ലിക്കേഷൻ്റെ അകത്ത് വന്നിട്ടുണ്ടല്ലോ, ഇനി നമുക്ക് ഈ ഒരു ആപ്പ് വഴി എങ്ങനെയാണ് ഫോളോവേഴ്സും കാര്യങ്ങളും ഒക്കെ കൂട്ടേണ്ടതെന്ന് ഞാൻ പറഞ്ഞുതരാം. ഞാൻ പറയുന്നത് പോലെ നിങ്ങളങ്ങ് ചെയ്താൽ മതി കേട്ടോ, ഫോളോവേഴ്സും കാര്യങ്ങളും എല്ലാം നിങ്ങൾക്ക് കിട്ടും. ഓക്കെ, അപ്പം ഇനി നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം,
ഈ ഒരു ആപ്പ് വഴി നമുക്ക് ഫോളോവേഴ്സ് ആണെങ്കിലും ലൈക്ക് ആണെങ്കിലും കൂട്ടണമെങ്കിൽ കോയിൻസ് വേണം കേട്ടോ. അപ്പോൾ കോയിൻ എങ്ങനെയാണ് കളക്ട് ചെയ്യേണ്ടത്? അതിനായിട്ട് തന്നെയാണ് ഫസ്റ്റ് സെക്ഷൻ ടാസ്ക് എന്ന് പറഞ്ഞിട്ടുള്ള ഓപ്ഷൻ. ഇപ്പോൾ നമ്മൾ ടാസ്കിലാണ് കിടക്കുന്നത്. അപ്പോൾ ടാസ്കിൽ എന്താണ് നമ്മൾ ചെയ്യുന്നത്? ടാസ്ക് വഴിയാണ് നമ്മൾ കോയിൻസ് കളക്ട് ചെയ്യുന്നത്. ഓക്കെ, അത് വഴി നമ്മൾ കോയിൻസ് അത്യാവശ്യം മേൽ കളക്ട് ചെയ്തതിന് ശേഷം നമ്മളെന്താണ് ഈ പറഞ്ഞ ലൈക്സിലോട്ടും ഫോളോവേഴ്സിലോട്ടും ഒക്കെ നമ്മൾ കയറും. ഓക്കെ, ക്ലിക്ക് ചെയ്ത് ഓപ്പൺ ആക്കി കാണിച്ചു തരാം. അപ്പം ആദ്യമേ നമുക്ക് കോയിൻ കളക്ട് ചെയ്യാം. ഓക്കെ, അതിനായിട്ട് നിങ്ങൾ ചെയ്യേണ്ടത് ഫേക്ക് അക്കൗണ്ട് ലോഗിൻ ആയല്ലോ. അപ്പോൾ ഇനി നിങ്ങൾ ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ചാൽ അതാണ്ട് ഇവിടെ സ്റ്റാർട്ട് എന്ന് പറഞ്ഞിട്ടൊരു ബട്ടൺ ഉണ്ട്. ജസ്റ്റ് ആ സ്റ്റാർട്ട് ബട്ടൺ ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്യുമ്പോൾ നമുക്ക് കോയിൻ കളക്ട് ആവാൻ തുടങ്ങും. ഇപ്പം മേളിൽ കണ്ടോണേ 12 കോയിനേ ഉള്ളേ. ഇപ്പോൾ അവിടെ കോയിൻ കയറാൻ തുടങ്ങും. ഓക്കെ, കണ്ടോ 16 കോയിനായി. അപ്പോൾ ഇങ്ങനെ നിങ്ങൾ കോയിനുകൾ കളക്ട് ചെയ്യുക. ഈ കോയിൻ കളക്ട് ചെയ്തിട്ട് ഈ കോയിൻ വെച്ചിട്ടാണ് ഫോളോവേഴ്സും കാര്യങ്ങളും കൂട്ടുന്നത്. അപ്പോൾ കോയിൻ അത്യാവശ്യമായതിന് ശേഷം നിങ്ങൾക്കിവിടെ പോസ് ചെയ്യാവുന്നതാണ്. ആ പോസ് ക്ലിക്ക് ചെയ്യുമ്പോൾ കോയിൻ കളക്ട് ചെയ്യുന്നത് സ്റ്റോപ്പ് ആവുന്നതാണ്. ഓക്കെ, അപ്പം ഇപ്പം നമ്മൾ ഒരു ഫേക്ക് അക്കൗണ്ടല്ലേ ഇതിലോട്ട് ആഡാക്കിയത്. നിങ്ങൾക്ക് വേണമെങ്കിൽ 2-3 ഫേക്ക് അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്തിട്ട് ആ 2-3 ഫേക്ക് അക്കൗണ്ട് ഇതിലോട്ട് ഇങ്ങനെ ആഡ് ചെയ്തിടുക. ഇത് കണ്ടോ, ഇപ്പോൾ ഇത് എൻ്റെ 1ാമത്തെ ഫേക്ക് അക്കൗണ്ടാണ്, 2ാമത്തെ ഫേക്ക് അക്കൗണ്ട്, 3ാമത്തെ, ഇതെല്ലാം കൂടെ ഒരുമിച്ച് നമുക്ക് സ്റ്റാർട്ട് ചെയ്ത് കോയിൻ കളക്ട് ചെയ്യാം. വേറെ ഫേക്ക് അക്കൗണ്ട് നിങ്ങൾക്ക് ഇതിലോട്ട് ഇപ്പം നിങ്ങളിതിൽ ലോഗിൻ ചെയ്ത ഫേക്ക് അക്കൗണ്ട് ബ്ലോക്ക് ആയി പോയെങ്കിൽ നിങ്ങൾക്ക് പുതിയ ഫേക്ക് അക്കൗണ്ട് എങ്ങനെ ആഡ് ചെയ്യണമെന്ന് വെച്ചാൽ ഇവിടെ കണ്ടോ, ഇതിൽ ക്ലിക്ക് ചെയ്താൽ നമുക്ക് പുതിയ ഫേക്ക് അക്കൗണ്ട് ആഡ് ചെയ്യാവുന്നതാണ് ഇതിലോട്ട്. ഓക്കെ, അപ്പോൾ ആ ഒരു കാര്യങ്ങളൊക്കെ മനസ്സിലായല്ലോ. ഇനി നിങ്ങൾ കോയിൻസ് അത്യാവശ്യം കളക്ട് ചെയ്ത് ആ കളക്ട് ചെയ്ത കോയിൻ വെച്ച് എങ്ങനെ ഫോളോവേഴ്സിനെ കൂട്ടാൻ പരിചയപ്പെടുത്തി തരാം. അതിനായിട്ട് ഇവിടെ ഫോളോവേഴ്സ് എന്ന് എഴുതിയിരിക്കുന്നിടത്ത് ക്ലിക്ക് ചെയ്യുക. അപ്പോൾ നമുക്ക് ഇതേപോലെ വരും. ഇവിടെ കണ്ടോ താഴത്തെ ബോക്സ് കണ്ടോ, ഇവിടെ നിങ്ങൾക്ക് ഫോളോവേഴ്സിനെ കൂട്ടേണ്ട ഒറിജിനൽ ഇൻസ്റ്റഗ്രാമിലേക്കല്ലേ. അപ്പോൾ ഒറിജിനൽ ഇൻസ്റ്റഗ്രാം അക്കൗണ്ടിൻ്റെ യൂസർ നെയിം എൻ്റർ ചെയ്ത് കൊടുക്കുക. ഓക്കെ, അക്കൗണ്ട് പ്രൈവറ്റ് ആവരുത്, പബ്ലിക് ആയിരിക്കണം, എന്നാലേ ഫോളോവേഴ്സ് കയറൂ. അപ്പോൾ ഞാൻ എൻ്റെ ഒറിജിനൽ ഇൻസ്റ്റഗ്രാമിലേക്കാണ് ഫോളോവേഴ്സ് കൂട്ടേണ്ടത്. ഒറിജിനൽ അക്കൗണ്ടിൻ്റെ യൂസർ നെയിം എൻ്റർ ചെയ്ത് കൊടുത്ത്. അപ്പോൾ ഇവിടെ നിങ്ങൾക്ക് മനസ്സിലായ കാര്യം എന്താണ്? നമ്മളെ ഒറിജിനൽ അക്കൗണ്ട് നമ്മളൊരു ആപ്പിലോ വെബ്സൈറ്റിലോ ലോഗിൻ ആക്കിയിട്ടില്ല. നമ്മളിതിൽ ലോഗിൻ ചെയ്ത ഫേക്ക് അക്കൗണ്ടാണ്. ഫോളോവേഴ്സ് കൂട്ടാൻ നേരത്ത് വെറും യൂസർ നെയിം മാത്രമേ കൊടുത്തിട്ടുള്ളൂ. അതുകൊണ്ട് നമ്മുടെ ഒറിജിനൽ അക്കൗണ്ട് സേഫാണ്. ഇനി നമ്മൾ താഴെ ഓക്കെ എന്നുള്ള ബട്ടൺ ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. അപ്പോൾ നമ്മുടെ യൂസർ നെയിം ഇതിലേക്ക് ആഡായിട്ടുണ്ട്. ഇനി ഫോളോവേഴ്സിന് എത്ര കോയിനൊക്കെയാണ് എന്ന് നമുക്ക് പരിചയപ്പെടാം. 50 ഫോളോവറിന് 400 കോയിൻ വേണം, 100 ഫോളോവറിന് 800 കോയിൻ വേണം. അങ്ങനെയാണ് കേട്ടോ. അപ്പോൾ ഞാനൊരു 50 ഫോളോവർ ഓർഡർ ചെയ്യുകയാണ്. അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ ഗെറ്റ് എന്നുള്ളിടത്ത് ക്ലിക്ക് ചെയ്യുന്നു. ശേഷം നമ്മൾ ഇവിടെ 400 കോയിനായിരിക്കും നിങ്ങൾക്ക് വരുന്നത്, അവിടെ ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. ഓക്കെ, 400 കോയിൻ എന്ന് എഴുതിയിരിക്കുന്നിടത്ത് ക്ലിക്ക് ചെയ്യുക. ഫസ്റ്റത്തെ ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്യുക. ഓക്കെ, അപ്പോഴത്തേക്ക് നിങ്ങൾക്ക് ഫോളോവേഴ്സ് ഓർഡർ ആവുന്നതാണ്. സക്സസ് 50 ഫോളോവേഴ്സ് വാസ് ഓർഡർ എന്ന് പറഞ്ഞിട്ട് വരും. അപ്പോൾ നിങ്ങൾക്ക് ഫോളോവേഴ്സ് കയറാൻ തുടങ്ങുന്നതാണ് മച്ചന്മാരെ. ഓക്കെ, അപ്പം അങ്ങനെയാണ്. അപ്പോൾ ഇനി ലൈക്സ് കൂട്ടണമെങ്കിൽ എന്താണ്, ഇവിടെ ലൈക്സ് എന്നുള്ളിടത്ത് ക്ലിക്ക് ചെയ്യുക. ലൈക്സ് എന്നുള്ളിടത്ത് ക്ലിക്ക് ചെയ്താൽ നമുക്കിവിടെ നമ്മൾ ഇൻസ്റ്റഗ്രാമിൽ ഇട്ടേക്കുന്ന എല്ലാ ഫോട്ടോകളും ഇവിടെ വരുന്നതാണ്. അപ്പോൾ നമുക്ക് ഏത് ഫോട്ടോയ്ക്കാണോ ലൈക്ക് കൂട്ടേണ്ടതെന്ന് വെച്ചാൽ ആ ഫോട്ടോ സെലക്ട് ചെയ്തുകൊണ്ട് ലൈക്ക് ഓർഡർ ചെയ്യാവുന്നതാണ്. അത്രയേ ഉള്ളൂ, സിമ്പിളാണ്. പിന്നെ നമുക്ക് നിങ്ങൾക്ക് ഫ്രീ ആയിട്ട് കുറച്ച് കോയിൻസ് കിട്ടുന്ന ഐഡിയ ഞാൻ പറഞ്ഞുതരാം. നിങ്ങൾ ആദ്യം ഈ ടാസ്ക് വഴി കുറച്ച് കോയിനോളം കളക്ട് ചെയ്ത് കഴിഞ്ഞിട്ട് ടാസ്ക് ഫോട്ടോ വന്നതുണ്ടോ. അപ്പോൾ നമുക്ക് ഏത് ഫോട്ടോയ്ക്കാണോ ലൈക്ക് കൂട്ടേണ്ടത് ആ ഫോട്ടോ സെലക്ട് ചെയ്യുക. നമുക്ക് ഇവിടുന്ന് ലൈക്ക് ഓർഡർ ചെയ്യാവുന്നതാണ് കേട്ടോ മച്ചന്മാരെ. ഓക്കെ, അപ്പം ഇനി നമുക്ക് എന്താണ് ഫ്രീ ആയിട്ട് കുറച്ച് കോയിൻസ് കിട്ടുന്ന വഴി പറഞ്ഞുതരാം. അതിനായിട്ട് നമ്മൾ ഈ ടാസ്ക് വഴി അത്യാവശ്യം കോയിൻ കളക്ട് ചെയ്തിട്ട് ഇത് ട്രൈ ചെയ്യാവുള്ളൂ, എന്നാലേ കിട്ടത്തുള്ളൂ കേട്ടോ. അപ്പോൾ നമ്മളിവിടെ ലാസ്റ്റ് തന്നെ പ്രൊഫൈൽ എന്ന് പറഞ്ഞിട്ടൊരു ഓപ്ഷൻ ഉണ്ട്. പ്രൊഫൈൽ കണ്ടോ, ആ പ്രൊഫൈലിൽ ക്ലിക്ക് ചെയ്യുക. അവിടെ ക്ലിക്ക് ചെയ്തിട്ട് നമ്മളിവിടെ റഫറൽ കോഡ് എന്ന് പറഞ്ഞിട്ടൊരു ഓപ്ഷൻ ഉണ്ട്. റഫറൽ കോഡ് ജസ്റ്റ് അവിടെ നിങ്ങൾ ക്ലിക്ക് ചെയ്യുക. ഓക്കെ, ഞാൻ സ്ക്രീനിൽ കൊടുത്തിരിക്കുന്ന ഒരു കോഡ് കണ്ടോ മച്ചന്മാരെ, ആ കോഡ് നിങ്ങൾ എന്ത് ചെയ്യാം, ഈ താഴെ കാണുന്ന ബോക്സിൽ എൻ്റർ ചെയ്ത് കൊടുക്കുക. ഈ താഴെ കാണുന്ന ബോക്സിൽ എൻ്റർ ചെയ്ത് കൊടുക്കുക. എൻ്റർ ചെയ്ത് കൊടുത്തിട്ട് എന്ത് ചെയ്യാം, താഴെ കാണുന്ന സെൻഡ് ബട്ടൺ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് കുറച്ച് കോയിൻ കിട്ടുന്നതാണ്. ഓക്കെ, അപ്പം റഫറൽ കോഡ് ഞാൻ സ്ക്രീനിൽ കൊടുത്തിട്ടുണ്ട്, ട്രൈ ചെയ്യാവുന്നതാണ്. അപ്പോൾ ഇത്രയേ ഉള്ളൂ. നമുക്ക് ടാസ്ക് എന്നുള്ള വഴി, നമുക്ക് ടാസ്ക് സെക്ഷൻ വഴി നമുക്ക് കോയിൻ കളക്ട് ചെയ്യാം. ആ കോയിൻ വെച്ചിട്ട് നമ്മൾ ഫോളോവേഴ്സും കാര്യങ്ങളും ഓർഡർ ചെയ്യുന്നു. ഫേക്ക് അക്കൗണ്ട് ബ്ലോക്ക് ആയി പോയാൽ എന്ത് ചെയ്യണം, പുതിയ ഫേക്ക് അക്കൗണ്ട് ഇതിലേക്ക് ആഡാക്കണം. അതിന് വേണ്ടി ഇതിൽ ക്ലിക്ക് ചെയ്താൽ മതി. പിന്നെ നമ്മൾ ഓർഡർ ചെയ്ത ഫോളോവേഴ്സ് എത്രണ്ണം കയറിയെന്ന് അറിയാൻ വേണ്ടിയിട്ട് സെറ്റിങ്സിൽ ഓർഡേഴ്സ് ഉണ്ട്. ഓക്കെ, അവിടെ ഹിസ്റ്ററി ഉണ്ട്, ആ ഹിസ്റ്ററി കയറി ചെക്ക് ചെയ്യാവുന്നതാണ്. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. ആപ്പ് ഡൗൺലോഡ് ചെയ്യാനുള്ള ലിങ്കും കാര്യങ്ങളും കമൻറ്റ് സെക്ഷനിൽ കൊടുത്തിട്ടുണ്ട്. നെക്സ്റ്റ് വീഡിയോ കാണാം. ബൈ മച്ചന്മാരെ.